C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഹലോ, എന്തായി? ഹലോ, അവിനാഷ് ഇതുവരെ സ്റ്റേഷനിൽ എത്തിയിട്ടില്ല. ഞാൻ സ്റ്റേഷനിൽ ഒരാളെ അങ്ങോട്ട് അയച്ചിരുന്നു. പക്ഷേ വീട് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. താനൊന്ന് സൂക്ഷിക്കണം. ചിലപ്പോ അവൻ അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോ തന്റെ പ്ലാൻ വർക്കൗട്ട് ആവില്ലല്ലേ? അവന് കാര്യം മനസ്സിലായി കാണും. ഞാനിങ്ങോട്ട് വന്നത് അവൻ ഇവിടെ തളച്ചിടാനാണെന്ന് അവന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് അവൻ എന്റെ മുന്നിൽ വരാതെ ഒഴിഞ്ഞു മാറി നടക്കുന്നത്. വേണമെങ്കിൽ പ്രൊട്ടക്ഷന് 2-3 കോൺസ്റ്റബിളിനെ അങ്ങോട്ട് അയക്കാം. വേണ്ട, അതിന്റെ ആവശ്യമില്ല. തനിക്കറിയില്ലേ, എനിക്കുള്ള പ്രൊട്ടക്ഷൻ ഞാൻ തന്നെയാ. വിവാഹ നിശ്ചയത്തിന്റെ ഇടയിൽ അവൻ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ശരി, ഓക്കെ. എന്താ ഏട്ടാ, എന്തു പറ്റി? കമ്മീഷണറും ഞാനും കൂടെ നേരത്തെ പ്ലാൻ ചെയ്ത പദ്ധതി അനുസരിച്ച് കമ്മീഷണർ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അവിനാഷ് താമസ സ്ഥലത്തില്ല എന്നാ കമ്മീഷണർ പറയുന്നത്. അയാള് പിന്നെ എവിടെ പോയി? അതറിയില്ല. മുറി പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണെന്നാ പറഞ്ഞത്. എന്റെ ദൈവമേ, എനിക്ക് പേടിയാവുന്ന ഏട്ടാ. അയാള് വരും, അയാള് കുഴപ്പമുണ്ടാക്കും. മോള് പേടിക്കണ്ട, അവൻ വരട്ടെ. കുഴപ്പമുണ്ടാക്കാനാണ് അവന്റെ ഉദ്ദേശമെങ്കിൽ അവൻ ഇവിടെ വന്ന് എല്ലാവരുടെയും മുമ്പിൽ കുഴപ്പമുണ്ടാക്കട്ടെ. എന്താ വേണ്ടെന്ന് നമുക്ക് അപ്പം ആലോചിക്കാം. എന്തായാലും ഇതിൽ നിന്ന് പേടിച്ച് പിന്മാറാൻ നമ്മളില്ല. ഏട്ടനല്ലേ കൂടെ നിൽക്കുന്നത്, പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? ഏട്ടാ, എനിക്ക് അവിനാശിനെ നന്നായിട്ട് അറിയാം. നമ്മളൊക്കെ ചിന്തിക്കുന്നതിന്റെ എത്രയോ മടങ്ങ് വേഗത്തിൽ ചിന്തിക്കുന്നവന് അവിനാശ്. അതും ഒരിക്കലും നല്ല വഴിയിലും അയാൾ ചിന്തിക്കില്ല. ഈ നിശ്ചയം എങ്ങനെ മുടക്കാന്ന് അയാൾ ഇന്നലെ തന്നെ ആലോചിച്ച് വെച്ചിട്ടുണ്ടാവും. അവൻ ആലോചിക്കട്ടെ. അവനെ പോലെ തന്നെ ആലോചിക്കാനുള്ള സ്വാതന്ത്ര്യ അവകാശവും നമുക്കുണ്ടല്ലോ. അവൻ വരാതിരിക്കാനും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനുമുള്ള വഴികൾ നമുക്കും ആലോചിക്കാം. എന്തായാലും മോളിപ്പോ ധൈര്യമായിട്ട് ചടങ്ങിന് റെഡിയായിക്കോ. ബാക്കി കാര്യങ്ങൾ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഏട്ടനിങ്ങ് വന്നല്ലോ. ഇനി എന്റെ മോള് പേടിക്കണ്ട. അവൻ വരില്ല, എനിക്ക് ഉറപ്പാ. ഇങ്ങനൊരു ചടങ്ങിന് അകത്ത് കയറി വന്ന് ബഹളം ഉണ്ടാക്കാനുള്ള ധൈര്യമൊന്നും അവൻ കാണിക്കില്ല. ആര് പറഞ്ഞു ചേച്ചി? ഇവിടേക്കെന്നല്ല, എവിടേക്കായാലും അവൻ കയറി വരും. ഈ നിശ്ചയം ഇപ്പൊ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ ചേച്ചി? പിന്നെ എപ്പോ നടത്താനാ നിന്റെ പ്ലാൻ? പ്രിയ, ഓരോന്നിനും ഓരോ സമയമുണ്ട്. അത് അതിന്റെ സമയത്ത് നടന്നേ തീരൂ. ഇത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നടക്കേണ്ടത് ഇപ്പോഴാ. മറ്റൊന്നും ഇപ്പോ ആലോചിക്കണ്ട. ഏട്ടനും ഞങ്ങളും എല്ലാവരും നിന്റെ കൂടെയില്ലേ? ഒരാൾക്കും നിന്നെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. നിന്റെ വിവാഹ നിശ്ചയം ഗംഭീരമായിട്ട് ഞങ്ങൾ നടത്തും. പോരെ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? എന്ത് പ്രശ്നം? അല്ല, അവൻ ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കോ? ഡിക്ക് ഒന്നും കൊണ്ട് പേടിക്കണ്ട. അവൻ ഈ പടി കടന്നു വന്നാ അടിച്ചവന്റെ കയ്യും കാലും ഒടിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ഞങ്ങളും രണ്ടും കൽപ്പിച്ച് തന്നെ നിൽക്കുന്ന. അതൊന്നും വേണ്ട. അല്ലാതെ തന്നെ അവനെ പൂട്ടാനുള്ള വഴിയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കടന്ന് ഇവിടെ വരാനുള്ള ധൈര്യമൊന്നും അവൻ കാണിക്കില്ല. ഒരു മിനിറ്റേ. ഹലോ, എന്തായി? അവിനാഷിന്റെ ഫോൺ സ്വിച്ച് ഓഫാ. അയാളെ വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ല. സൈബർ സെല്ലിൽ വിളിച്ച് അയാളെ ട്രാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. PK, ഞാൻ കുറച്ച് പോലീസുകാരെ അങ്ങോട്ട് അയക്കാം. താൻ ഈഗോ ഒന്നും വിചാരിക്കണ്ട. അവരവിടെ ഉള്ളത് നല്ലതാ. ഏയ്, അതൊന്നും വേണ്ടടോ. പോലീസ് പ്രൊട്ടക്ഷനിൽ വിവാഹ നിശ്ചയം നടത്തേണ്ട കാര്യമൊന്നും തൽക്കാലമില്ല. അവനോട് വരില്ല.
അതെനിക്ക് ഉറപ്പാണ്. എന്തായാലും അവനെ ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ അതെന്നെ അറിയിക്കേ. ഓക്കെ. ഓക്കെ. എന്താ അവനെ എന്തു പറ്റി? അവനെ കുറിച്ച് വല്ല വിവരമുണ്ടോ? അവൻ ഇതുവരെ സ്റ്റേഷനിൽ എത്തിയിട്ടില്ല. അവൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. കമ്മീഷണർ അവനെ വെയിറ്റ് ചെയ്ത് സ്റ്റേഷനിൽ ഇരിപ്പുണ്ട്. അവൻ എന്തെങ്കിലും അതിബുദ്ധി കാണിക്കുമോനെ? അവൻ അത്രയ്ക്ക് ബുദ്ധിമാനാ. അങ്കിള് പേടിക്കണ്ട. ഇന്നത്തെ ദിവസം അവൻ ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ അവനെ ഞങ്ങൾ തവിട് പൊടിയാക്കും. അങ്ങളെ അങ്കിൾ എന്തിനാ പേടിക്കുന്നത്? DKയുടെ സൈന്യം ഇവിടെ നിൽക്കല്ലേ? DK ഒരു വാക്ക് പറഞ്ഞാൽ മതി. അവനെ എപ്പോ പഞ്ഞിക്കിട്ട് കടലിൽ ഒഴിക്കുന്നത് ചോദിച്ചാൽ മതി. ജയപ്രകാശ് എത്തിയെന്ന് തോന്നുന്നു. വാ. പുള്ളിക്ക് നല്ല ടെൻഷനുണ്ട്. വരൂ. ഞങ്ങൾ ലേറ്റ് ആയില്ലല്ലോ. ഇല്ലില്ല. വാ അധികം. വാ. ഹായ്. നമസ്കാരം. നമസ്കാരം. ഈ യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ? അസുഖമായിട്ടിരിക്കുന്നു. അമ്മയും മായച്ചി എന്താ വരാത്തെ? അമ്മയ്ക്ക് നല്ല മുട്ടുവേദനയാ. മായച്ചത് കൊണ്ട് അമ്മയ്ക്ക് കൂട്ടിരിക്കാം. അവിടെ ആരെങ്കിലും വേണ്ടേ? പ്രിയേ, നീ ഒന്നും പേടിക്കണ്ട. DKയും ഞങ്ങളുടെ ഭർത്താക്കന്മാരും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.